ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 20ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള പ്രാക്ടീസൊക്കെ ചെയ്തു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അകൽച്ചയിൽ കഴിയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇന്നത്തെ പ്രാക്ടീസ്. നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും, അതായത് പങ്കാളി, സുഹൃത്ത്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, ഇവരോട് ആരോടെങ്കിലുമൊക്കെ ദേഷ്യമോ അകൽച്ചയോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ ആ വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റുകളെക്കുറിച്ചും അവരുടെ മോശം സ്വഭാവങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കും തോറും ആ ബന്ധം കൂടുതൽ മോശമാവുകയുള്ളൂ. അപ്പോൾ അതിന് പകരം ആ വ്യക്തിയോടുള്ള ദേഷ്യമൊക്കെ മാറ്റി അവരുടെ നേരത്തെ, അതായത് നല്ല ഓർമ്മകൾ നമുക്ക് തന്നിട്ടുണ്ടാകും, നല്ല ഗുണങ്ങൾ അവർക്കുണ്ടാകും. അപ്പോൾ അതിനൊക്കെ നന്ദി പറയുമ്പോൾ ആ ബന്ധത്തിലെ നെഗറ്റീവ് ഊർജ്ജം മാറുകയും ആ ബന്ധം പഴയതുപോലെ ആവുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ദേഷ്യമോ അകൽച്ചയോ ഉള്ള, അല്ലെങ്കിൽ ഏത് ബന്ധമാണോ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കേണ്ടത്, ആ വ്യക്തിയെ മാത്രം നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയോട് നിങ്ങൾക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും മുൻകാലങ്ങളിൽ അവർ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ മാത്രം നിങ്ങൾ, അല്ലെങ്കിൽ അവരിലുള്ള നല്ല ഗുണങ്ങളോ ഒക്കെ ഉണ്ടാകും. അത്തരം 10 കാര്യങ്ങൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഓരോ കാര്യം എഴുതുമ്പോഴും ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്ക് നന്ദി പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ പേര് പ്രിയ എന്നാണ്. അപ്പോൾ ആ ബന്ധം എനിക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എഴുതുക: പ്രിയ, എൻ്റെ വിഷമഘട്ടങ്ങളിൽ എന്നെ സഹായിക്കാൻ കാണിച്ച ആ നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നന്ദി 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 എന്ന് എഴുതുക. ഇതുപോലെ 10 കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ ആ എഴുതിയത് നിങ്ങൾ കേൾക്കെ ഒന്ന് വായിക്കുക. എന്നിട്ട് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ടിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. നന്ദി 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 എന്ന്. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആ വ്യക്തിയോടുള്ള മനോഭാവത്തിന് നല്ല മാറ്റം വരും. നിങ്ങൾ ആ വ്യക്തിയോടുള്ള ദേഷ്യവും പരാതികളും മനസ്സിനുള്ളിൽ നിന്ന് കളയുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ആ വ്യക്തിയുടെ മനോഭാവം മാറുന്നതും ഈ ബന്ധം പതുക്കെ പഴയതുപോലെ സുഗമമാകുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബന്ധം പഴയതുപോലെ ആകുന്നിടം വരെ ഈ ഒരു പ്രാക്ടീസ് തുടർച്ചയായിട്ട് ചെയ്യുക. പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.